നല്ലൊരു കറി ഉണ്ടാക്കാം. നമ്മൾ ബ്രോക്കോളിയും മുട്ടയും കൂടെ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. ഒത്തിരി മസാലയൊന്നും ഇല്ലാതെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്ന രീതിയിൽ നമുക്ക് ചെയ്യാം. ഞാൻ ഇതുപോലെ ബ്രോക്കോളി എല്ലാം നല്ലപോലെ ഒന്ന് കഴുകി കട്ട് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ട്. ഒത്തിരി ചെറിയ പീസാക്കണ്ട. ബ്രോക്കോളിക്ക് ഒത്തിരി വേവൊന്നുമില്ല, നമ്മൾ ഒത്തിരി ഓവർ കുക്ക് ആകാതെ എടുക്കണം. ഇനി ഞാനൊരു തക്കാളി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. വലിയൊരു സവോളയാണ്, അതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 2-3 പച്ചമുളക് ഇടാം. നമ്മൾ മുളക് പൊടി ഇടുന്നില്ല, അതും ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഞാൻ 2 മുട്ട എടുത്തിട്ടുണ്ട്. അതിന് നമുക്ക് ചേർക്കാൻ ഇച്ചിരി കുരുമുളക് പൊടി, ഉപ്പും ഇടാം. ആദ്യം നമുക്കൊരു പാൻ ചൂടാക്കി ഒരു 2 സ്പൂൺ എണ്ണ ഒഴിച്ച് ഈ ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റാൻ തുടങ്ങാം. പാൻ ചൂടായിട്ട് നല്ലപോലെ ഒന്ന് എണ്ണയും ചൂടായിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഈ പച്ചമുളക് ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കാം. ഇച്ചിരി ഒന്ന് വാടിയിട്ട് നമുക്ക് ടൊമാറ്റോ ചേർക്കാം. ഇത് ആദ്യം ഒന്ന് വഴറ്റിയിട്ട് പിന്നെ ബാക്കി ചേർക്കാം. ഉള്ളിയൊക്കെ നല്ലതുപോലെ ഒന്ന് വഴഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിനകത്ത് ഒരു ഇച്ചിരി മഞ്ഞൾ പൊടി ചേർക്കുവാണ്. ഞാൻ ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ടൊമാറ്റോയും കൂടി ഇതിനകത്തോട്ട് ചേർക്കുക. ഇതൊന്ന് വാടിയിട്ട് നമുക്ക് ബ്രോക്കോളി ചേർക്കാം. ടൊമാറ്റോ ഒത്തിരി വെന്ത് പോകണ്ട, നമ്മൾ ആ റെഡ് കളറിൽ തന്നെ അവിടെ ഇരുന്നോട്ടെ, നമുക്ക് കാണുമ്പോൾ ഒരു നല്ല ഭംഗി വരും. ഞാനിപ്പോൾ ഈ സമയത്ത് ബ്രോക്കോളി ചേർക്കുവാണ്. ഇതിന് ഒത്തിരി വേവില്ലാത്തതുകൊണ്ട് നമ്മൾ അധികം വെള്ളമൊന്നും ഒഴിക്കണ്ട. ഒരു 2-3 സ്പൂൺ വെള്ളം ഒഴിച്ച് നമ്മളൊന്ന് ലിഡ് വെച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് മൂടി വെച്ചാൽ മതി. ഈ സമയത്ത് ഞാൻ ഇതിൻ്റെ കൂടെ കുറച്ച് ഉപ്പും ഇച്ചിരി കുരുമുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 സ്പൂൺ കുരുമുളക് പൊടിയും ചേർക്കാം. എരിവ് വേണ്ടവരെ പിന്നെ അതനുസരിച്ച് ഒന്നുകൂടെ ചേർത്താൽ മതി. ഇവിടെ ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്കൊരു 4-5 മിനിറ്റ് അതൊന്ന് ഒരു ലിഡ് വെച്ച് മൂടി വെക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. എൻ്റെ ബ്രോക്കോളിയൊക്കെ നല്ലപോലെ വെന്തിരിക്കുവാണ്. അപ്പം ഞാൻ തീരെ അങ്ങ് പറ്റിച്ച് കളയുന്നില്ല. വേറെ ഒരു പാൻ വെച്ച് മുട്ട ഉണ്ടാക്കിയിട്ട് അത് റെഡിയാക്കി ഇതിനകത്ത് നമുക്ക് മിക്സ് ചെയ്യാം. വേറെ ഒരു പാൻ വെച്ച് മുട്ട ഉണ്ടാക്കാം. ഞാൻ വേറെ ഒരു പാൻ ചൂടാക്കി 1 സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമ്മൾ ഈ 2 മുട്ട ഇടാം. കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം മുട്ടയ്ക്ക്. അതിന് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നമ്മളിതൊന്ന് നല്ലപോലെ ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് കൂട്ടി വെച്ചാൽ മതി. ഫുൾ ഫ്ലെയിമിൽ വെക്കുവാണെങ്കിൽ പെട്ടെന്ന് ഒത്തിരി ഒന്ന് വെന്ത് പോവാതെ എടുക്കണം. പിന്നെ നമ്മൾ ഇതിവിടെ ഇട്ടിട്ട് ബ്രോക്കോളിക്കകത്ത് അങ്ങ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. പിന്നെ ഇട്ട് വേവിക്കേണ്ട ആവശ്യമില്ല. എല്ലാം കൂടെ ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുത്താൽ മതി. നല്ലപോലെ ഒന്ന് ചൂടോടെ തന്നെ കൂട്ടണം. മുട്ടയൊക്കെ ഇട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് നമ്മൾ ഒത്തിരി തണുത്ത ഉപയോഗിക്കില്ല. ഇപ്പോൾ ഇത്ര ആവശ്യത്തിന് മതിയായിട്ടുണ്ട്. ഞാനിപ്പോൾ ബ്രോക്കോളി റെഡി ആയിട്ടിരിക്കുന്നതിനകത്തോട്ട് ചേർക്കാം. നമ്മൾ ഈ സ്ക്രാമ്പിൾ ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ഇതിനകത്തോട്ട് ഇടാം. രണ്ടും കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. നമ്മുടെ ബ്രോക്കോളിയും മുട്ടയും കൊണ്ടുള്ള കറി നല്ല റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. നമുക്കെല്ലാവർക്കും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. വേറെ ഒരു റെസിപ്പിയായി ഞാൻ പിന്നെയും വരാം.